നേരം 11 മണി കഴിഞ്ഞിരിക്കുന്നു. പ്ലാൻ പ്രകാരമുള്ള ലൊക്കേഷനുകൾ ഇന്ന് കവർ ചെയ്യാം എന്ന് കരുതുന്നു. മഴ ചതിക്കാതിരുന്നാൽ മതി. ഇതാണ് ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് മാപ്പ്. ഗോവൻ തലസ്ഥാനമായ പനാജിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ലക്ഷ്യം. പനാജിയിലെ അതിമനോഹരമായ ഫൗണ്ടൻ ഹാസും മിരാമർ ബീച്ചും കടന്ന് ഡോണ പോള വരെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിലുള്ളത്. ഈ കാണുന്ന മനോഹരമായ പോർച്ചുഗീസ് നിർമ്മിത ഭവനങ്ങൾ തന്നെയാണ് ഫൗണ്ടൻ ഹാസിലെ മുഖ്യ ആകർഷണം. യൂറോപ്യൻ മാതൃകയിലുള്ള വീടുകൾ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് എല്ലാവരിലും. പക്ഷേ അന്ധന്മാരാണെന്ന് തോന്നിക്കുന്ന കുറച്ചു യുവാക്കളവിടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പുണ്ട്. ഡെൽവിൻ പറഞ്ഞതനുസരിച്ച് ആലിന്റെ തണലിൽ സ്വൽപ്പനേരം ഇരിക്കാം എന്നു ഞങ്ങൾ കരുതി. ഇനിയും ഒരുപാട് കാഴ്ചകൾ കണ്ടുതീർക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. എവിടേക്ക് നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ. ഗോവയിൽ വരുന്ന മിക്കവരും മിസ്സാക്കി കളയുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടുതന്നെ കുറച്ചു നീറ്റായി കിടക്കുന്നുണ്ട് ഭൂരിഭാഗം സ്ഥലങ്ങളും. ബേസിൽ നല്ല പവറിലാണെന്ന് തോന്നുന്നു ഗൈസ്. അഖിലും ഡെൽവിനും ദാസന്റെയും വിജയന്റെയും പോലെ മുന്നിലൂടെ നടക്കുന്നുണ്ട്. അവർ പോകുന്നെങ്കിൽ പോകട്ടെ, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പതിയെ പോകാമെന്നായി ഗിരീഷ്. എന്നാൽ ഇത് രണ്ടിലും താൽപ്പര്യമില്ലാത്ത പോലെയാണ് ബേസിലിന്റെ നിർത്തി. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, നമുക്കും എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഉഷാറാക്കാൻ നോക്കി. ഇണക്കുരുവികളെപ്പോലെ ആദ്യം പോയ രണ്ടെണ്ണം അതാ രണ്ട് ദിക്കുകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. ആഹാ, ഇപ്പോഴാണ് കറക്റ്റ് മാച്ചായത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഗൈസ്. ഫൗണ്ടൻ ഹാസിന്റെ ഒത്തമധ്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന് പുറകിലായി ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവന്റെ ശ്രദ്ധ അങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ കയറിയാൽ പോക്കറ്റ് കാലിയാകും എന്ന സത്യം അറിയാവുന്നതുകൊണ്ട് അവൻ തന്നെ അടുത്തുള്ള മലയാളി ഹോട്ടൽ മാപ്പിൽ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട്. വീടുകളുടെ രൂപങ്ങൾ പലതാണെങ്കിലും മുകളിലെ നിലയിലെ ബാൽക്കണികൾ പഴയ പോർച്ചുഗീസ് പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. താൻ ഫോട്ടോ എടുത്തു കൊടുത്തവരെ കൊണ്ടെല്ലാം തിരിച്ചും ഫോട്ടോസ് എടുപ്പിക്കുന്നുണ്ട് വിനയ്. ഇനി ഫൗണ്ടൻ ഹാസിനോട് വിട പറയാനുള്ള സമയമായി. മലയാളി റെസ്റ്റോറന്റിലേക്കുള്ള വഴി ഇതിലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിരീഷ് പോകുന്നത്. നല്ല വിശപ്പുണ്ട്. കാര്യമായി എന്തെങ്കിലും കഴിക്കണം. റെസ്റ്റോറന്റ് നിന്നും 1/2 കിലോമീറ്റർ പോയാൽ ഒരു പാർക്ക് ഉണ്ട്. ഫുഡിങ്ങിന് ശേഷം അവിടെ പോയി കുറച്ചുനേരം വിശ്രമിക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. പൊള്ളുന്ന വെയിലാണ് ഇപ്പോൾ. ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. ശേഷം പാർക്കിലോട്ട് നേരെ വിട്ടു. അന്താക്ഷരി കളിയാണ് ഇനി. സുന്ദരം പുലരിപ്പെണ്ണേ നിന്നെ കാണാൻ പൂതി വരുകട മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, നീലമനോഹരിയല്ലേ. മനോഹരിയല്ലേ മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങയോ പനാജിയുടെ ഹൃദയഭാഗമാണ് ഈ കാണുന്നത്. കാസിനോകൾ ആണ് ആ കാണുന്ന ഓരോന്നും. സിനിമാ ബിസിനസ് മേഖലയിലെ വമ്പന്മാരാണ് ഇവിടെ വരുന്നത്. ഇന്ത്യയിലെ നൈറ്റ് ലൈഫിന്റെ പറുദീസയായിരിക്കാം അവിടെയെല്ലാം. പെർ ഹെഡിന് 25,000 രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് എന്ന് ഡെൽവിൻ പറയുന്നുണ്ട്. ദുട്ട് വേണം ഗൈസ്, ദുട്ട്. ഗോവയ്ക്ക് ഒരു കിടിലൻ സ്റ്റണ്ണിംഗ് വ്യൂ നൽകിയ അടൽ സേതു ബ്രിഡ്ജിന് താഴെ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. താഴെ കാണുന്നത് മണ്ടയാവി റിവറാണ്. പനാജിയോട് വിട പറഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മിരാമർ ബീച്ചിലോട്ടാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് വെയിലിന്റെ കാഠിന്യം കാഴ്ചയിൽ മനസ്സിലായില്ലെങ്കിലും ശരീരത്തിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇനി വെള്ളം കുടിച്ചിട്ടാകാം എന്തും എന്നായി എല്ലാവരും. ഈ മുന്നിൽ കാണുന്നതാണ് മിരാമർ ബീച്ച്. അത്ര ഫേമസ് ഒന്നുമല്ലെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ. ലോക്കൽ തന്നെയാണ് അധികവും. ഇംഗ്ലീഷ് ലെറ്റർ സിയുടെ ഷേപ്പ് പോലെയാണ് ഈ ബീച്ച് കിടക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴ പെയ്തിരുന്നു. സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്.
അവസാന ലൊക്കേഷനായ ഡോണ പോളയിലേക്കാണ് ഞങ്ങളുടെ നടത്തം ഗൈസ്. ഇന്ന് വന്നതിൽ വച്ച് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണിത്. ചെറിയൊരു മണ്ടത്തരം പറ്റി ഗൈസ്. ഒരാവശ്യവും ഇല്ലാതെ 2 കിലോമീറ്ററിലധികം ഞങ്ങളിപ്പോൾ നടന്നു കൂട്ടിയിരിക്കുന്നു. ഡോണ പോളയിലെ എൻട്രൻസിന് തൊട്ടുമുൻപ് വരെ സ്കൂട്ടർ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ സ്കൂട്ടർ മെയിൻ റോഡിലെ പാർക്കിങ്ങിൽ വച്ച് നടന്നിരുന്നു കോപ്പ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് ഗൈസ്. 50 രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചപ്പോഴും വിനയ് ഫുൾ ഓൺ തന്നെയാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. 10 വർഷം മുൻപ് കോളേജിൽ നിന്ന് ടൂർ വന്നപ്പോൾ ഞാൻ ഇവിടം സന്ദർശിച്ചിരുന്നു. മുകളിൽ ചെന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അറബിക്കടലിനെ ഏകദേശം ഒരു 360 ഡിഗ്രിയിൽ ഇവിടെ നിന്നാൽ കാണാനാകും. അതിനാൽ അകലെ നിന്ന് വരുന്ന കപ്പലുകളെ വ്യക്തമായി കാണാനാകും. അതിനുവേണ്ടി തന്നെയാകണം ഇത് ഇവിടെ പണികഴിപ്പിച്ചത്. നോർത്ത് ഇന്ത്യൻസിൽ ഭൂരിഭാഗം പേരും നെറ്റിയിൽ ചുവന്ന കുങ്കുമം വാരി പൂശിയേക്കുന്നു. എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. അഖിലിന്റെ ചിരിക്ക് ചാർജ് തീരെ കുറവാണ് ഗൈസ്. എല്ലാവരും ക്ഷീണിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് റൂം എത്തിക്കിട്ടിയാൽ മതിയെന്നായി എല്ലാവർക്കും. അങ്ങനെ ഡോണ പോളയോടും യാത്ര പറയുകയാണ് ഞങ്ങൾ. എത്രയും പെട്ടെന്ന് റൂമിൽ ചെന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടുക, അതുമാത്രമേ ചിന്തയുള്ളൂ എനിക്കിപ്പോൾ. ഫ്രഷായി രാത്രിയിലെ അത്താഴവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കലങ്കുട്ട ബീച്ചിലെ രാത്രി കാഴ്ചകളിലോട്ട് ഇറങ്ങി. കാഴ്ചകളെല്ലാം കണ്ട് വെറുതെ തെക്കുവടക്കു നടക്കുകയാണ് ഞങ്ങൾ. ഇന്ന് ചില്ലർ ഷോപ്പിംഗ് എല്ലാം നടത്തി നാളേക്ക് പബ്ബിൽ കയറാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഏതായാലും ഇന്നേക്ക് 2 ഫെനി വാങ്ങി നേരെ റൂമിലോട്ട് പോകുകയാണ് ഞങ്ങൾ. ഇനി സ്വസ്ഥം ശാന്തം.